ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാഷ് എൻ്റെ മകൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ നിങ്ങളെല്ലാവരും കൂടി എന്തൊക്കെയോ അങ്ങ് കാണിച്ചു കൂട്ടി, എന്നെയും അറിയിക്കാതെ എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അമ്പിളിക്ക് ദേഷ്യം വന്നു കേട്ടോ. അങ്ങനെ അമ്പിളി പറയണേ, അച്ഛൻ അങ്ങനെ കാടടച്ച് വെടിവെക്കുന്ന ആ സ്വഭാവം നിർത്തണമെന്ന് പറയണ്ട. അത് കേട്ടോടെ തന്നെ അല്ല, ഞാൻ പറഞ്ഞത് സത്യമല്ലേ. അപ്പോഴേക്കും ചേരി പറയണേ, ഞങ്ങളെല്ലാവരും കൂടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഞങ്ങൾ മഞ്ചാടി ഇറങ്ങിപ്പോയപ്പോൾ മഞ്ചാടിയെ കൊണ്ടുവരിക എന്നുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലോ, അത് ഞങ്ങൾ ചെയ്തു, അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയട്ടോ. ഈ സമയം രഘു പറയണേ, ഇനിയിപ്പോൾ മഞ്ചാടി കേസ് കൊടുക്കുന്ന അച്ഛൻ പറഞ്ഞു വരുന്നത്. അത് രഘു പറയുന്നുണ്ട്, കേസ് കൊടുക്കുന്നതിന് മുന്നേ ആദ്യം സുശീലാൻറ്റി ഇതിൽ പങ്കുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. ആസിഫ് സുശീലാൻറ്റിയുടെ പേര് വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞ് സത്യൻ എന്നോട് കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയട്ടെ. അപ്പം അത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടിപ്പോവാണ്. ആ സമയം മാഷും പറയുന്നുണ്ട്, ആ സുശീലക്ക് അറിയാമെന്ന് പറയുന്നു കേട്ടോ. അപ്പം അത് കേട്ടോടെ തന്നെ ഇന്ദ്രൻ ഇങ്ങനെ പറയാണ്, എന്തായാലും എൻ്റെ അമ്മ ഇതിൽ പങ്കുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഇതിൽ പുറത്ത് കൊണ്ടുവരും. ഇത് എൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഞാൻ മൂടി വെക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയമാണ് സത്യൻ്റെ ഫോൺ കോൾ വരുന്നത്. അപ്പോൾ തന്നെ പെമ്മക്കൾ തമ്മിൽ ചെറിയ ചെറിയ സ്വരച്ചേർച്ചകൾ വന്ന് തുടങ്ങി കേട്ടോ. മാഷിനെ മനസ്സിലാക്കാൻ മക്കൾക്കൊന്നും കഴിയുന്നില്ല. അങ്ങനെ ഈ സമയം അനുപമ, ഈശ്വര, ഞങ്ങളുടെ വീട്ടിൽ വലിയൊരു വെടിക്കെട്ട് വരുന്നുണ്ടല്ലോ എന്ന ആ ഭാവത്തോടു കൂടി അനുപമ നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയം ഇന്ദ്രൻ പറയാണ്, എന്തായാലും അമ്മ കണ്ണു തുറന്നു എന്ന് പറഞ്ഞിട്ടല്ലേ ഇപ്പൊ സത്യം വിളിച്ചത്. ഞാൻ എന്തായാലും പോയി നോക്കട്ടെ, ഇതിൽ അമ്മക്ക് പങ്കുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഇതിൽ എൻ്റെ അമ്മയെന്ന് നോക്കില്ല, പുറത്ത് കൊണ്ടുവരാനുള്ള എല്ലാ പരിപാടിയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ സത്യനെയാണ് കാണിക്കുന്നത്. സത്യനെ ഐസിയുവിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് സോനയോട് പറയണേ, നീ എന്ത് വർത്താനാണ് പറഞ്ഞത്? നീ പറഞ്ഞത് ഫുള്ള് റോങ് ആണ്. അമ്മ കണ്ണ് തുറന്നു, എന്നോട് ഇന്ദ്രട്ടനെ കാണണമെന്ന് പറഞ്ഞു, ഇതൊക്കെ നുണയാണ്. അമ്മ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ശ്വാസം കിട്ടാതെ കിടന്ന് ബുദ്ധിമുട്ടുന്നതാണ് ഞങ്ങൾ കണ്ടത് എന്ന് പറയട്ടെ. അത് കേൾക്കുന്നതിനോടുകൂടി എന്താ ഈ പറയുന്നത്? ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. അമ്മ ഇങ്ങനെ കിടന്ന് അമ്മ എന്നോട് പറഞ്ഞത് ഇന്ദ്രട്ടനെ കാണുന്നത്, എന്നോട് കണ്ണ് തുറന്നിട്ടില്ല അമ്മ പറഞ്ഞത്. നീ സ്വപ്നം കണ്ടതായിരിക്കും, അമ്മക്ക് ഇപ്പോഴും ഒന്നും ആയിട്ടില്ല, ഡോക്ടർ തന്നെ അത്ഭുതപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴായിട്ട് ഇന്ദ്രൻ കയറി വരുന്നത്. അപ്പൊ ഇന്ദ്രൻ എന്തായി എന്ന് ചോദിക്കുമ്പോൾ സത്യം പറയുന്നുണ്ട്, സോനയുടെ സംസാരം കേട്ടിട്ടായിരുന്നു ഞാനിപ്പോ ഇന്ദ്രട്ടനെ വിളിച്ചത്. ഞങ്ങൾ അമ്മയെ കാണാൻ പോയി, പക്ഷെ അമ്മ സംസാരിക്കുന്നില്ല, അമ്മ മിണ്ടുന്നില്ല, അമ്മ ശ്വാസം കിട്ടാതെ കിടന്ന് പിടയാണ് ചെയ്തതെന്ന് പറയട്ടാ. അപ്പൊ ഇന്ദ്രൻ പറയണേ, ഞാനൊന്ന് കയറി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ കയറി നോക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇന്ദ്രന് സംശയങ്ങളാണ്, ഉള്ളിൽ ചെറിയ ചെറിയ സംശയങ്ങൾ ഇന്ദ്രന് വന്നു തുടങ്ങുകയാണ് കേട്ടോ. ഈ സമയം മാഷിനെ കാണിക്കുന്ന, മാഷ് പഞ്ചരത്നത്തിലോട്ട് രഘുവിനെയും കൂട്ടി പോകാൻ ഒരുങ്ങാണ്. അപ്പോൾ ഉടൻ തന്നെ മാഷ് പോകുന്ന സമയത്ത് ഈ മക്കളെ ഞാൻ പോട്ടെ എന്ന് പറയുമ്പോൾ മാഷ് അനുപമയോട് പറയുന്നുണ്ട്, അനുപമേ നീ മഞ്ചാടി മോളെ കാണാൻ പോകണം, എന്നിട്ട് അവളോട് നീ കാര്യങ്ങൾ സംസാരിച്ച് അവളെ നിനക്കൊപ്പം കൂടെ നിർത്താൻ കഴിയുമെങ്കിൽ നീ കൂടെ നിർത്തണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുന്ന അമ്പിളിക്ക് ദേഷ്യം പിടിക്കാണ്. അച്ഛനെന്താ അങ്ങനെ ഒരു സംസാരിക്കുന്നത്? ഞങ്ങളെല്ലാം തെറ്റ് ചെയ്ത പോലെ അച്ഛനെ അറിയുന്നതല്ലേ. ഞങ്ങളെല്ലാവരും പിന്നെ പഞ്ചരത്നത്തിലായിരുന്നില്ലേ, രഘുവേട്ടനും ഞാനും പഞ്ചരത്നത്തിലാവില്ലേ, ഇനിയിപ്പോൾ മറ്റുള്ളവർക്കൊക്കെ ഇതിൽ പങ്കുണ്ടായിരുന്നെങ്കിലേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സംസാരം എല്ലാവരും ചൊടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ രഘു പറയാണ്, എന്നാ ശരി നമുക്കൊരു പണി ചെയ്യാം, നമുക്കിപ്പോൾ മഞ്ചാടിയെ പോയി കാണാം, അമ്പിളി വരുന്നോ എന്ന് ചോദിക്കാണ്. അപ്പോൾ അമ്പിളി അതിന് മുന്നേ പറയുന്നുണ്ട്, മഞ്ചാടിക്ക് 21 ദിവസം കരപ്പം വന്ന് ബാധിച്ച് ഞാനും മഞ്ചാടി മോളും ഒറ്റ റൂമിലാണ് താമസിച്ചിരുന്നത്, ഇതൊക്കെ അച്ഛൻ മറന്നോ? ഞാനൊന്നും മറന്നിട്ടില്ല അമ്പിളി, മറന്നിട്ടല്ല പറയുന്നത്, ഞാൻ എൻ്റെ മനസ്സിൻ്റെ വേവലാതിയാണ് പറയുന്നത്. അത് കേട്ടോടെ തന്നെ എങ്ങനെ രഘു പറയുന്നത്, എന്നാ അമ്പിളി വാ നമുക്ക് പോകാന്ന് പറയാനിട്ട്. അത് കേട്ട അമ്പിളി പറയണേ, നിങ്ങൾ നാണവും മാനവും ഇല്ലാത്ത മനുഷ്യരാണ്, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കയറി ചെല്ലാം, കാരണം അങ്ങനെയാണല്ലോ അന്ന് ഇവരുടെയൊക്കെ വാക്ക് കേട്ടിട്ട്, ദാസങ്ങളുടെ വാക്ക് കേട്ട് അവളെ വിളിച്ചു കൊണ്ടുവരാൻ അവിടെ നിന്ന് പോയപ്പോൾ അന്ന് നാണം കെട്ട ആ ഒരു അവസ്ഥ ഇന്നും ആലോചിക്കുന്നുണ്ട്. ഇനിയും അവളുടെ അടുത്ത് നിന്ന് നാണം കെടാൻ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് പോവില്ല എന്ന് പറയണ്ട. അങ്ങനെ ഈ സമയം മാഷിന് ശരിക്കും അത് അമ്പിളിയുടെ ആ വാക്ക് ശരിക്കും ഒരു തിരിച്ചടിയാണ്. അപ്പോഴേക്കും ദയക്കങ്ങ് ദേഷ്യം പിടിക്കണം. അങ്ങനെ ദയ പറയണേ, ഇപ്പൊ എന്തായി അച്ഛൻ്റെ മനസ്സിൽ ഞങ്ങള് ഇപ്പൊ ഇതിൽ പങ്കുണ്ടെന്ന് കരുതിയിട്ടാണ് മഞ്ചാടിയെ ഞങ്ങളെ കൊണ്ട് ചെന്ന് കാണാൻ പറയാത്തത്? അത് കേട്ട ഉടൻ തന്നെ മാഷ്, നിങ്ങൾക്കാർക്കും എന്നെ മനസ്സിലാവറ്റ. അപ്പോൾ ഉടൻ തന്നെ ചീരി പറഞ്ഞു, അതുകൊണ്ടല്ല ഞങ്ങളോട് കാണാൻ പറയുന്നത്, ഇതിൽ പങ്കുണ്ടെന്ന് അച്ഛന് ഞങ്ങളോട് സംശയം തോന്നിയിട്ടുണ്ട്, അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അനുപമൊക്കെ ഇങ്ങനെ ഞെട്ടി നിൽക്കാണ്. രഘുവും അനുപമയാണ് ഇപ്പൊ മാഷിന് തണലാവുന്നത്, മാഷിന്റെ മനസ്സറിയാവുന്നത്. അപ്പൊ ആ സമയം
ഉടൻ തന്നെ മാഷ് പറയണേ, നിങ്ങളൊരു കാര്യം വിചാരിക്കണം, എൻ്റെ മക്കള് അഞ്ചും ഒരേപോലെയാണ് എൻ്റെ നെഞ്ചിലിരിക്കുന്നത്. അഞ്ചിനെയും വേർതിരിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഓരോ മക്കൾക്കും ഓരോ അപകടം വരുമ്പോൾ എൻ്റെ മക്കളുടെ അടുത്തോട്ട് ഓടിച്ചെല്ലുന്ന അച്ഛനാണ് ഞാൻ. ഒരിക്കലും നിങ്ങളെ കൈയൊഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഈ അച്ഛനെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വരച്ചു വെച്ചെങ്കിൽ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് മാഷ് വണ്ടിയിലോട്ട് കയറാനായിട്ടാ. അപ്പൊ തന്നെ അനുപമക്ക് തൻ്റെ വീട്ടിലോട്ട് ഒരു വിള്ളൽ വരുന്ന ആ ഒരു ഇത് അനുപമക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇന്ദ്രനെയാണ് കാണിക്കുന്നത്. ഇന്ദ്രൻ തൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്, കാര്യമായിട്ട് എന്തോ ആലോചിക്കുകയാണ്. അപ്പൊ സോന കയറി വരാണ്. ഇന്ദ്രട്ട എന്തത്ര വല്ലാതെ കാര്യമായി ആലോചിക്കുന്നത്? ഒന്നുമില്ല. എന്താ ഇന്ദ്രട്ട പറയൂ ഇന്ദ്രട്ട എന്ന് പറയുമ്പോൾ അമ്മ എന്തേലും പറഞ്ഞോ? ഒന്നുമില്ല, ഞാന് മഞ്ചാടിയെ കുറിച്ച് ആലോചിച്ചതാണ്. അവളെ കുറിച്ച് അറിയണമെങ്കിൽ അമ്മയുടെ കണ്ണ് തുറക്കണ്ടേ? അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ പറയണേ, മഞ്ചാടിയെ കാണാൻ വേണ്ടി അച്ഛൻ എന്നെ കുട്ടിയാണ് പോയത്. ആണോ? അത് നല്ലൊരു സംസാരമാണല്ലോ, നല്ലൊരു വാർത്തയാണല്ലോ. കാരണം ഇന്ദ്രട്ടനെ അനുചേച്ചിക്ക് ഒരുമിക്കാനുള്ള ഒരു സൂചനയാണല്ലോ. അതല്ല, അവിടെ അച്ഛന് എല്ലാവരെയും സംശയമുണ്ടെന്ന് തോന്നുന്നു. മഞ്ചാടിയും ജീവരാജിന്റെയും ഈ പ്രശ്നം എല്ലാവർക്കും ഒരു പങ്കുള്ളതായി തോന്നിയത് കൊണ്ടാണ് തോന്നുന്നു എന്നെ വിളിച്ച് അദ്ദേഹം മഞ്ചാടിയെ കാണാൻ വേണ്ടി പോയത്. എന്തായാലും അത് നന്നായി. ഇനിയിപ്പോ അനുചേച്ചി ഇങ്ങോട്ടേക്ക് വീണ്ടും തിരികെ വരുമല്ലോ. പിന്നെ ഇന്ദ്ര ഒന്നും മിണ്ടുന്നില്ല കേട്ടോ, കാര്യമായി ഇങ്ങനെ ചിന്തിക്കാനും. ആ സമയം ഇന്ദ്രട്ടപ്പോ ചിന്തിക്കുന്നത് നമ്മുടെ അമ്മയെ കുറിച്ചായിരിക്കില്ലേ. അമ്മ എന്തായാലും ഇനിയിപ്പോ മരണം മുന്നിൽ കണ്ടുവരുന്ന അമ്മയല്ലേ, അതുകൊണ്ട് തന്നെ അമ്മയുടെ ആ വാശിയും ഇതൊക്കെ അമ്മ മാറ്റിയിട്ട് അനുചേച്ചിയെ സ്വീകരിക്കും. അല്ലെങ്കിൽ സ്വീകരിച്ചില്ലെങ്കിൽ ഇന്ദ്രട്ടൻ ഒരു പണി ചെയ്യണം. ഇന്ദ്രട്ടന്റെ നിലപാട് അങ്ങ് പറയണം. ഇനി ഇന്ദ്രട്ടൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കരുത്, നമ്മുടെ അമ്മയാണ്, അതൊക്കെ ശരിയാണ്. അത് കേൾക്കുന്ന ഇന്ദ്രൻ പറയണേ, ഞാൻ നമ്മുടെ അമ്മ എവിടെയും തോൽക്കരുതെന്ന് കരുതിയിട്ടാണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അമ്മയെ എല്ലായിടത്തും തോൽക്കുകയാണെന്ന് കരുതി ഇന്ദ്രട്ട ഒപ്പം നിൽക്കുമ്പോൾ അമ്മ അത് മുതലെടുക്കുകയാണ് ചെയ്യുന്നത്, മറ്റുള്ളവരുടെ ജീവിതം തകർക്കുകയാണ് ചെയ്തത്. ഇനി അതിനൊപ്പം നിൽക്കരുത്. അതാണ് എനിക്ക് ഇന്ദ്രട്ടനോട് പറയാനുള്ളത്. അത് കേൾക്കുന്ന ഇന്ദ്രൻ പറയണേ, നമ്മുടെ അമ്മയുടെ ഭാഷനെ എനിക്ക് അറിയാലോ, എന്റെ പേടി ഇപ്പൊ ഇതല്ല എന്ന് പറയാനിട്ട്. അത് കേട്ട സോനി ചോദിക്കുക, പിന്നെ എന്താ? അല്ല, നീ പറഞ്ഞല്ലോ മരണം മുന്നിൽ കണ്ടുവരുന്ന അമ്മയാണെന്ന്. എന്നാൽ മരണം മുന്നിൽ കാണാത്തൊരു അമ്മയാണ് നമുക്ക് മുന്നിൽ വരുന്നതെങ്കിലോ? എന്താ ഇന്ദ്രട്ടൻ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതൊക്കെ അമ്മയുടെ അഭിനയമാണെങ്കിലോ? അതെന്താ ഇന്ദ്രട്ടനെ അങ്ങനെ തോന്നാൻ? എനിക്ക് അങ്ങനെ തോന്നുന്നു, ഇതൊക്കെ അമ്മയുടെ അഭിനയമാണ്. ഇതിൽ അമ്മക്ക് ഒരു പങ്കുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും എന്റെയും അനുപമയും മാഷും എന്നെ കൂടുതൽ വെറുക്കത്തില്ലേ ഉള്ളൂ, കൂടുതൽ പ്രശ്നങ്ങളിലോട്ടല്ലേ ഞാൻ പോകുന്നത്. അത് കേൾക്കുന്ന സോനക്ക് ആകെ ഞെട്ടൽ വരാനായിട്ട്. എന്താ ഇന്ദ്രട്ട ഈ പറയുന്നത്? എന്തോ എനിക്ക് എന്തൊക്കെയോ ഒരു സൂചന തോന്നുന്നു. നമ്മുടെ അമ്മക്ക് ഇതിൽ പങ്കുണ്ട്, നമ്മുടെ ഈ അമ്മയുടെ അറ്റാക്ക് പോലും ഒരു അഭിനയമാണെന്ന് എന്നിൽ സംശയം തോന്നിയിരിക്കുന്നതെന്ന് പറയാൻ കേട്ടാ. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഷാമ് സോന എന്ന് പറഞ്ഞ് വിളിച്ചു വരുന്നത്. എന്താ സിറ്റ് ഔട്ടിൽ ലൈറ്റ് ഇല്ലാത്തത്? അതുകൊണ്ട് ആ സംസാരം അവിടെ നിൽക്കുന്നു കേട്ടോ. പിന്നീട് ഇന്ദ്രനെ എന്തൊക്കെ പറയാനുണ്ട്, അത് പറയാൻ അനുവദിക്കാൻ പറ്റാത്തത് ശ്യാമ അവിടെ സോനയുടെ അടുത്തോട്ട് വന്നിരിക്കുക. അപ്പൊ സോന പറയണേ, ഞാനത് മറന്നു. എന്തായാലും ഇങ്ങനെ ശ്യാമേട്ടനെ ലൈറ്റ് ഇടായിരുന്നില്ല. ശരി, ഞാൻ ഇട്ടോളാം. അപ്പോഴേക്കും ആരാണ് അമ്മയുടെ അടുത്ത് ഉള്ളത് എന്നിങ്ങനെ ചോദിക്കാണ്. സത്യനും പ്രതിഭയും ഉണ്ട് എന്ന് പറയണത്. അത് കേട്ട ഇന്ദ്രൻ പറയണേ, പ്രതിഭയുടെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല, ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ പോരായിരുന്നില്ലേ? അതിന് ആരെങ്കിലും വേണമെന്ന് അവർ പറയുകയാണെങ്കിൽ, ബൈസ്റ്റാൻഡറൊക്കെ വേണമെന്ന് പറയുകയാണെങ്കിൽ, ഇപ്പൊ ലേഡീസ് ഒപ്പം വേണം, ലേഡീസ് അല്ലേ കിടക്കുന്നത്, അവർക്ക് അങ്ങോട്ടേക്ക് വിളിക്കാനൊക്കെ പോകണം. ശരി എന്ന് പറയുന്നുണ്ട്. അപ്പോഴും മുഖം ഒരു സുഖമില്ലാത്ത ഭാവമാണ് ഇന്ദ്രന്റെ. അങ്ങനെ എന്നാ സോന ഞാൻ പോയി കിടക്കട്ടെ എന്നും പറഞ്ഞ് ശ്യാമങ്ങ് പോകുമ്പോ ഉടൻ തന്നെ എന്തൊക്കെയോ പറയാൻ ഇങ്ങനെ വീണ്ടും ഇന്ദ്രൻ തുടങ്ങുമ്പോഴേക്കും സോന എനിക്ക് ചുടുവെള്ളം കൊണ്ടുപോവാ എന്ന് പറയട്ടോ. അതോടുകൂടി ആ സംസാരം എവിടെ നിൽക്കണം. പിന്നീട് സോന അങ്ങ് പോവുകയും ചെയ്യാണ്. പിന്നീട് അനുപമയാണ് കാണിക്കുന്നത്. ഭാനുമ്മയോട് ഇങ്ങനെ സംസാരിക്കണം. അപ്പൊ ഭാനുമ്മ പറയാണ്, എന്തായാലും മഞ്ചാടിയും ജീവരാജിന്റെയും ഒക്കെ ഈ തിരോധാനത്ത് എന്തൊക്കെയോ ഒരു ദുരൂഹത ഉണ്ട് ഇല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ഉണ്ട്. എന്തായാലും ആഷിന്റെ കാര്യം ആലോചിക്കുമ്പോൾ വലിയ സങ്കടമുണ്ട്. അത് കേട്ട ഉടനെ അച്ഛന്റെ കാര്യം ആലോചിക്കുമ്പോൾ ഇപ്പൊ വലിയ വിഷമാണ്. അച്ഛൻ മക്കൾക്ക് വേണ്ടി ജീവിച്ചു. അപ്പൊ ഉടൻ തന്നെ ഭാനുമ്മ പറയണ, മക്കൾക്ക് വേണ്ടി ജീവിച്ചു എന്നുള്ള സത്യം തന്നെയാണ്. ഉടൻ തന്നെ അനുഭവം പറയണ, ഞങ്ങൾ കല്യാണം കഴിക്കുന്നവരെ അച്ഛന് വലിയ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞപ്പോൾ അച്ഛന് ഞങ്ങളോടുള്ള ബാധ്യതയും കടപ്പാടുകളും കൂടുകയും ചെയ്തു. അതോടുകൂടി അച്ഛന് മനസ്സമാധാനം എന്തെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഭാനുമ്മ പറയുന്നത്, സാധാരണ വിവാഹം കഴിച്ച് ആ വിരുന്ന് കഴിഞ്ഞാൽ പിന്നെ പെമ്മക്കോടുള്ള കടപ്പാടുകൾ കഴിയാണ് ചെയ്യുക. ഇതിപ്പോ നേരെ തിരിച്ചാണ് അനിതമാഷ് ചെയ്തത്. അത് ഭാനുമ്മ പറഞ്ഞത് ശരിയാണ്. ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളുടെ പിറകെ നടക്കും തോറും മക്കളാരും അച്ഛനെ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഉടൻ തന്നെ ഭാനുമ്മ പറയുന്നുണ്ട്, മഞ്ചാടിയും ദയ്യും ഒരു സ്വഭാവമില്ല, അവർക്ക്
അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ, അവർക്കൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ മഞ്ചാടിയും ദയ അങ്ങനെയാണ്. ചെറുപ്പം മുതലേ അവരങ്ങനെ തന്നെ അവരുടെ കാര്യം മാത്രമേ അവർ ചിന്തിക്കാറുള്ളൂ. എന്നാൽ ഇപ്പോഴും നടക്കുന്നത് ചീരു അതിനൊപ്പം കൂടിയിരിക്കുന്നു. അതാണ് വിഷമം. ചീരുവും അതേ സ്വഭാവക്കാരിയായിരിക്കുന്നു. അതാണ് ഇപ്പൊ എല്ലാവരെയും ടെൻഷനാക്കുന്നതെന്ന് പറയുന്ന കേട്ടോ. ഈ സമയം ഇപ്പുറത്താണ് അതിന്റെ പേരിൽ അച്ഛന് വലിയ വിഷമമുണ്ട് എന്നിങ്ങനെ പറയുന്ന കേട്ടോ. പിന്നീടാണെങ്കിലും ഭാനുമ പറയണേ, നീ എന്തായാലും മഞ്ചാടി മോളെ കഴിയുന്നതും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്നെ കൊണ്ട് കഴിഞ്ഞെങ്കിൽ അത് മാഷിന് വലിയ ആശ്വാസം തന്നെ എന്ന് പറയുന്നു കേട്ടോ. പിന്നീടാണെങ്കിലും ഇങ്ങനെ ദാസിനെയും വിനയനെയും അതുപോലെ ചിരൂതയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ തന്നെ ദാസ് പറയുന്നുണ്ട്, അണ്ണൻ എന്നെ സംശയിക്കുന്ന പോലെയാണല്ലോ അണ്ണന്റെ പ്രവൃത്തിയിൽ അണ്ണന് എന്നെ സംശയമുണ്ട്, അതുകൊണ്ടാണ് അണ്ണൻ എനിക്കൊരു വിളിക്കുകയോ എന്നെ കാണാൻ വരികയോ ഒന്നും ചെയ്തില്ല. ഞാൻ എൻ്റെ അണ്ണന് വേണ്ടിയിട്ടല്ലേ ഈ ജീവനും മുഴുവൻ പാഴാക്കിയത്. എന്നിട്ട് എൻ്റെ അണ്ണൻ എന്താ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എനിക്ക് മനസ്സിലായി. അപ്പോഴേക്കും ചിരി പറയാത്തൊന്നല്ല, ഞാൻ എന്നാ എൻ്റെ അണ്ണന് ഫോൺ വിളിച്ചു നോക്കട്ടെ. അപ്പോഴേക്കും ചിരി പറയണേ, അച്ഛനിപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാകും, വെറുതെ വിളിക്കണ്ട എന്ന് പറയാനിട്ടാ. അത് കേട്ട ദാസ് പറയണേ, എന്തായാലും ഇപ്പോ അണ്ണന് എന്നെ സംശയമാണ്, അതുകൊണ്ടാണ് അണ്ണൻ എന്നോട് കാര്യങ്ങൾ സംസാരിക്കാനോ ഒന്നും വരാതിരുന്നത്. ഞാൻ അണ്ണന്റെ മകളുടെ ജീവിതം തകരരുതെന്ന് കരുതി ഞാൻ ചിലതൊക്കെ ചെയ്തു. അത് ശരി തന്നെ, അത് അണ്ണനും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ വരുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ എന്നെ പറയുമ്പോൾ ഉടൻ തന്നെ ദയ പറയണേ, എന്തായാലും ഇനിയിപ്പോ കാര്യങ്ങൾ ഇങ്ങോട്ടാ നീങ്ങുന്നതെന്ന് അറിയാണെങ്കിൽ ആ സുശീലാന്റി കണ്ടൊന്ന് തുറക്കണ്ടേ, അവര് തുറന്നാലല്ലേ സത്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അത് കേൾക്കുന്ന ദാസും വിനയനൊന്നും ഞെട്ടാണ് കേട്ടോ. ഉടൻ തന്നെ അതും തന്നെ അങ്ങനെ പറഞ്ഞു, അല്ല സുശീലാന്റിക്ക് ഇതിൽ പങ്കുണ്ടെന്ന് ആഷിപ്പ് പറയുന്നു. അതില് അച്ഛനൊരു സംശയമുണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം മഞ്ചാടി കേസുമായി മുന്നോട്ട് പോകാൻ എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോ എന്തായാലും ഇനിയിപ്പോ സുശീലാന്റി കണ്ണു തുറന്ന സത്യങ്ങൾ അത് കേൾക്കുന്ന ദാസ്, എന്താ നീ പറഞ്ഞത്, സുശീലാന്റിക്ക് പങ്കുണ്ടെന്ന്? അതാരാ പറഞ്ഞത്? സുശീലാന്റിക്ക് പങ്കുണ്ടെന്ന് ആഷിഫ് പറഞ്ഞു അത്രേ. ആഷിഫിന്റെ മൊഴിയിലും ചില കള്ളത്തരങ്ങൾ ഉണ്ട് എന്ന് അച്ഛനും പറയുന്നത് കേട്ടു. അപ്പൊ എന്തായാലും ഇനി സുശീലാന്റി കണ്ണു തുറന്ന് സുശീലാന്റി എന്താ പറയുന്നതനുസരിച്ച് സുശീലാന്റിയുടെ കള്ളത്തരമില്ലെങ്കിൽ ആഷിഫിന്റെ മൊഴിയിൽ എന്തായാലും പോലീസിനെതിരെ കേസ് കൊടുക്കുക എന്നാണ് മഞ്ചാടി പറഞ്ഞിരിക്കുന്നത്, എന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറയേണ്ട. ഇതൊക്കെ കേൾക്കുന്ന ദാസും വിനയനും ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്. എന്തായാലും സുശീലാന്റി അങ്ങനെ കണ്ണു തുറക്കാൻ പാടില്ലല്ലോ എന്ന നിലപാടിലാണ് കേട്ടോ നിർത്തിയിരിക്കുന്നത്.